30 ദിവസം കൊണ്ട് ആയുർവേദത്തിന് നമ്മുടെ ആരോഗ്യത്തിന് മാറ്റം വരുത്താനായിട്ട് പറ്റുമോ? നമ്പർ ഓഫ് ഡേയ്സിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഫോളോഡ് ഫോർ എ ലൈഫ് ടൈം. മരുന്നാണോ പ്രധാനം, ബാലൻസ് ലൈഫ് സ്റ്റൈൽ ആണോ പ്രധാനം? സോ മെഡിസിൻ ഈസ് നോട്ട് ഓൾവേസ് ദ ക്യൂറേറ്റീവ് മെത്തേഡ്. എല്ലാവരും സപ്ലിമെന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സപ്ലിമെന്റ്സ് ആർ ഗുഡ്. ലൈക്ക് നമുക്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു സാധാരണക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡീറ്റോക്സ് എന്താണ്? നമുക്ക് ആയുർവേദത്തിൽ പറയണത് ലംഘനം പരമൌഷധം എന്നാ. ഒരു 8 hours ചൂടുവെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റിംഗ് ഇരിക്കും. പക്ഷേ ഈ ആയുർവേദത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ രോഗത്തിൻ്റെയും രോഗിയുടെയും ബലം പോലെ ഇരിക്കും എത്ര സമയം എടുക്കും എന്നുള്ളത്. പക്ഷെ പലരുടെയും ഒരു കൺസെപ്റ്റ് ആയുർവേദം ചികിത്സിച്ച ഡിലേഡ് ആണ് റിസൾട്ട് വരാൻ. ആയുർവേദം എങ്ങനെയാണ് നല്ല ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്? എല്ലാവരും കർക്കിടക ചികിത്സ എടുക്കും, പക്ഷെ ആരും ഈ വേനൽ സമയത്ത് എടുക്കേണ്ട ചികിത്സ ആരും എടുക്കുന്നില്ല. ആ സമയത്ത് എടുക്കേണ്ടത് പിത്തപ്രകൃതിക്കാർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യണത് ഈ വേനൽ സമയത്താണ്. ഈ ലൈഫ് സ്റ്റൈൽ നമ്മളെ വേഗം ഏജിങ്ങിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ഇന്നത്തെ ജനറേഷൻ്റെ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കുക്ക്, സ്റ്റോപ്പ് ഹാവിങ് ഔട്ട്സൈഡ് ഫുഡ് എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും രാത്രി മുഴുവൻ ഉണർന്നിരിക്കും, എന്നിട്ട് പകലാകുമ്പോൾ ഫുള്ള് കടന്ന് ഉറങ്ങും. ലൈക്ക് ഏജിങ്ങിനെ ഫാസ്റ്റർ ആക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആണെങ്കിലും ഹെയറിൻ്റെ ഹെൽത്ത് ആണെങ്കിലും. എന്തുകൊണ്ടാണ് ആയുർവേദം പൊതുവെ സ്ത്രീകൾ കൂടുതലായി അവലംബിക്കുന്നത്? സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഹോർമോൺസിൻ്റെ ഫ്ലഷ് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ച് പുരുഷന്മാർക്ക് ആയുർവേദം പറയുന്നില്ല എന്നല്ല ഞാൻ പറയണത്. ഭയങ്കര ചിട്ടയായിട്ടും ഭയങ്കര ഓവർ ജിമ്മിൽ പോയി, അല്ലെങ്കിൽ നടക്കാൻ പോയി, സൈക്ലിങ്ങിന് പോയി, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഏർലി സ്റ്റേജ് പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഫുഡാണെങ്കിലും സ്ലീപ്പാണെങ്കിലും വാട്ടർ ഇൻടേക്ക് ആണെങ്കിലും നെക്സ്റ്റ് കംസ് ടു എക്സസൈസ്. ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പില്ലേഴ്സാണ്. ഹെൽത്തും ഫിറ്റ്നസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു നീഡുണ്ട്. ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ? ഇപ്പോൾ 10 കിലോ എടുക്കണം എന്നില്ല നമുക്ക് മസിൽസ് ആക്ടിവേറ്റ് ആക്കാൻ. നമ്മളുടെ ബോഡി വെയിറ്റ് തന്നെ വെച്ചിട്ടും മസിൽസിനെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. ഇതുപോലുള്ള ഈ ഒരു ഡയറ്റ് പാക്കേജ് നമ്മൾ നോക്കേണ്ടത് ആരോഗ്യമായിട്ടിരിക്കാൻ. വി ആർ ലിവിങ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. വി ഹാവ് ടു എൻജോയ് സച്ച് തിങ്സ് അല്ലേ. നമ്മൾ ഒരു മീൽ എൻജോയ് ചെയ്യാൻ പറ്റാതെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് ദാറ്റ്സ് നോട്ട് ലൈഫ്. ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് ലിമിറ്റിൽ കൊണ്ടുപോകുന്നതിലാണ് നമ്മളുടെ. ഇച്ചിരി വയറുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നതാണ് ഇന്നത് വരും. അതുപോലെ ആയുർവേദത്തിനും സൈഡ് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഹൗ വി ചൂസ് ദ പേഷ്യൻറ്റ്, ഹൗ വി ചൂസ് ദ മെഡിസിൻ എന്ന പോലെ ഇരിക്കും. ആയുർവേദ ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? എല്ലാ കണ്ടീഷൻസിനും നമുക്ക് ആയുർവേദത്തിൽ ചികിത്സിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എമർജൻസി മെഡിസിനാണ്, വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അലോപ്പതി. ആയുർവേദത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആയുർവേദത്തിലുണ്ട്. ആയുർവേദം കഴിക്കുന്നതുകൊണ്ട് അലോപ്പതി കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരാനില്ല. 30 ദിവസം കൊണ്ട് ആയുർവേദത്തിന് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റുമോ? ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടിയുമായി കൊച്ചി ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഹീൽ ലൈഫ് എന്ന ആയുർവേദിക് ക്ലിനിക്കിൻ്റെ ഫൗണ്ടർ ഡോക്ടർ ജസ്ന നമ്മളുടെ ഒപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ. 30 ദിവസം കൊണ്ട് ആയുർവേദത്തിന് നമ്മുടെ ആരോഗ്യത്തിന് മാറ്റം വരുത്താനായിട്ട് പറ്റുമോ? ആയുർവേദം എന്ന് പറയുന്നത് ഒരു ലൈഫ് സയൻസ് ആണ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആയുർവേദം കഴിച്ചു തുടങ്ങുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് തന്നെ ചെയ്യുന്നതെങ്കിൽ ഇൻ 3 or 4 days നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും. അത് അയാളുടെ ദേഹപ്രകൃതി, രോഗത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഇനി വെരി ജനറൽ ആയിട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതൊരു നമ്പർ ഓഫ് ഡേയ്സിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഫോളോഡ് ഫോർ എ ലൈഫ് ടൈം. സോ ഓരോ പ്രകൃതങ്ങൾക്കും ഓരോ ദേഹപ്രകൃതികൾക്കും ഓരോ റെജിമെൻറ്റ്സ് നമുക്ക് ആയുർവേദത്തിൽ വ്യക്തമാക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. സോ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ക്വാളിറ്റി ലൈഫ്. അത് മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. നോട്ട് ഫോർ എ 30 days, ലൈക്ക് ഫോർ എ ലൈഫ് ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. 30 ദിവസം എന്നൊരു കാലയളവ് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് മെച്ചം എന്നൊരു യെസ് ഓഫ് കോഴ്സ് നമുക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും 30 ദിവസം കൊണ്ട്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ മാറ്റങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും ബാക്ക് ടു അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോവും. പിന്നെയും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വേഴ്സൺ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നത്, ദാറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ എ ലൈഫ് ടൈം. നമ്മുടെ ശരീരം നമ്മളോട് പലതും പറയാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും മിക്കവാറും എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മുടെ ശരീരം. പലപ്പോഴും നമ്മളത് ഇഗ്നോർ ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്ത് സിഗ്നൽസ് ആണ് നമ്മൾ നോക്കേണ്ടത്?
എപ്പോഴും നമ്മുടെ ക്ലയൻസ് പോലും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു ക്രിട്ടിക്കാണ് ആയുർവേദം എപ്പോഴും ഗട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെന്ന്. എക്സാക്ട്ലി ആയുർവേദം മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഈസ് ഡിപ്പെൻഡിങ് കംപ്ലീറ്റ്ലി ഓൺ അവർ ഗട്ട്. സോ ഏറ്റവും ആദ്യം നമ്മളുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽ ഒരു സ്ലോ ഡൈജഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ലോ മെറ്റബോളിസം ആയിരിക്കും. ഇൻഫാക്റ്റ് ഓരോ പ്രകൃതിക്കാർക്കും ഓരോ ഡ്യൂറേഷനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ അവെയർ ആയിരിക്കണം, എൻ്റെ ദേഹപ്രകൃതി ഏതാണെന്നുള്ളത് നമ്മൾ അവെയർ ആയിരിക്കണം. അത് അവെയർ അല്ലാത്തിടത്തോളം നമുക്ക് മനസ്സിലാവില്ല എൻ്റെ ഡൈജഷൻ പ്രോപ്പർ ആണോ അല്ലയോ എന്ന്. പക്ഷെ നമുക്ക് ഈസിലി മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ബ്ലോട്ടിംഗ് ആണെങ്കിലും ആസിഡിറ്റി ആണെങ്കിലും, ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പം സാധാരണമല്ലാത്തതിൽ കൂടുതൽ നമ്മൾ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും, ഇതെല്ലാം നമുക്ക് ശരീരം തരുന്ന ഒരു സിഗ്നലാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷനാണ് സംതിങ് ഈസ് നോട്ട് ഹാപ്പനിങ് പ്രോപ്പർലി എന്നുള്ളത്. സോ അതിനെ നമ്മൾ സോർട്ട് ചെയ്യണം. ഏതാണ് എൻ്റെ ശരീരത്തിന് വേണ്ടതെന്ന് ചൂസ് ചെയ്ത് അത് തന്നെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടി വരും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ ബോഡി കാണിച്ചു തരുന്നത് ഈസ് യുവർ ഗട്ട് ഹെൽത്ത് ഓർ ഈസ് യുവർ അപ്പറ്റൈറ്റ്. നമ്മുടെ വയറിന് പ്രശ്നം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അവെയർ ആയിരിക്കാം. അത്ര. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളുടെ ഒരു പൊതുവിജ്ഞാനം അനുസരിച്ച് എപ്പോഴും ആയുർവേദം ചികിത്സ പ്രക്രിയ തുടങ്ങുന്നത് എപ്പോഴും ഗട്ട് ഹെൽത്തിനെ അല്ലെങ്കിൽ വയറിനെ തൊട്ടാണ് ചികിത്സ തുടങ്ങുന്നതെന്ന് അറിയാനായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രക്രിയ തുടങ്ങുന്നത്? അതേപോലെ നമ്മളുടെ ഗട്ട് ഹെൽത്ത് എന്താണ് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്? നമ്മളിപ്പം ഔഷധത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ആഹാരത്തിൻ്റെ രൂപത്തിലാണെങ്കിലും എന്ത് കഴിച്ചാലും അതിനെ ദഹിപ്പിച്ചെടുത്താൽ മാത്രമാണ്, അതിന് പ്രോപ്പറായിട്ടൊരു ദഹനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം വെറുതെ ചൂടുവെള്ളം കുടിച്ചിട്ടാണെങ്കിലും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് തെറാപ്പി. ചൂടുവെള്ളം കുടിക്കുന്നതും ഒരു ഒരു ചികിത്സയുടെ ഭാഗമാണ്. സോ അതുപോലും നമ്മുടെ ഗട്ടിനെ ഹെൽത്തി ആക്കുന്നതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗട്ട് ഏറ്റവും മെയിൻറ്റെയിൻഡ് ആയിട്ട് ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളത്. അത് ആയുർവേദത്തിൽ മാത്രമല്ല, പല മെഡിസിൻസിലും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ അബ്സോർപ്ഷൻ ലെവല് ഇപ്പോഴത്തെ ജനറേഷനിൽ പലരും അബ്സോർപ്ഷൻ ലെവൽ വീക്കർ ആയതുകൊണ്ട് തന്നെ പല സപ്ലിമെൻറ്റ്സ് എടുത്തിട്ടാണ് അവർ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും. അപ്പോൾ ആയുർവേദം ഗട്ട് ഹെൽത്തിനെ കേന്ദ്രീകരിച്ചാണ് എപ്പോഴും ചികിത്സ തുടങ്ങുന്നത്? യെസ്, അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലാവസ്ഥയിൽ എല്ലാവരും പൊതുവെ പറയുന്നൊരു വലിയ ടേമാണ് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് മരുന്നാണോ പ്രധാനം, ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ ആണോ പ്രധാനം? ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എങ്കിലും ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുറച്ച് പ്രിഫറൻസ് പേഴ്സണലി ഞാൻ കൊടുക്കുന്നത് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈലിനാണ്. ഇൻഫാക്റ്റ് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ സീറോ മെഡിസിനിൽ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും പല കണ്ടീഷൻസും. പക്ഷേ ടു ദാറ്റ് വി ആർ ഫോളോയിങ് ഇറ്റ് ഇൻ എ റെഗുലർ ബേസിസ്. പലരും ഒന്ന് ഹീലായി തുടങ്ങിക്കഴിയുമ്പം അത് വിട്ട് കളഞ്ഞിട്ട് അവരുടേതായ ഇഷ്ടങ്ങളിലേക്ക് പോവും. പക്ഷേ നമ്മളത് എത്ര പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഒരു ബാലൻസ്ഡ് ലൈഫ്, അത്രയും നമുക്ക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ മെഡിസിൻ ഈസ് നോട്ട് ഓൾവേസ് ദ ക്യൂറേറ്റീവ് മെത്തേഡ്. ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രാധാന്യം. അതെ. ഈ സപ്ലിമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പം എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാൻ തോന്നി. ഇപ്പോൾ എല്ലാവരും സപ്ലിമെന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെ. കാരണം ക്വിക്ക് റിലീഫാണ്. നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യണ്ട, വെജിറ്റബിൾ എടുക്കണ്ട, വാങ്ങിക്കാൻ നിൽക്കണ്ട, ഇതൊരു എടുക്കുക, ബോക്സ് എടുക്കുക, ഒരെണ്ണം എടുക്കുക, കഴിക്കുക. അപ്പം ഇത് എത്രത്തോളം റിലയബിൾ ആണ്? അതായത് ഇപ്പം നമ്മളൊരു പച്ചക്കറി കഴിക്കാനായിട്ട് പണ്ടുള്ളവർ നമ്മളോട് പറയും ഈറ്റ് മോർ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾ, കളേർഡ് വെജിറ്റബിൾസ് കഴിക്കണം. പക്ഷേ ഇപ്പം എല്ലാം സപ്ലിമെന്റ്സിലോട്ടാണ് ആൾക്കാർ ചുരുങ്ങി പോകുന്നത്. ഇതിന് ഡോക്ടറിന് എന്താണ് ഒരു കമൻറ്റ് പറയാനുള്ളത്? നമ്മുടെ കാലഘട്ടങ്ങളുടെ മാറ്റം, അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഇപ്പോൾ പൊല്യൂഷൻ തന്നെയാണെങ്കിലും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. അതുപോലെയാണ് നമ്മളുടെ ഇപ്പോൾ വെജിറ്റബിൾസ് എടുത്താലും അതിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻസും അതിൻ്റെ ഉള്ളിലുള്ള മിനറൽസിൻ്റെ അളവ് തന്നെ ഡ്രാസ്റ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ച് നമ്മളുടെ ബോഡി അത്രയും അബ്സോർബ് ചെയ്ത് കിട്ടണം. അതിന് നമുക്കൊരു ഹെൽത്തി ഗട്ടും ഒരു ഹെൽത്തി ബോഡി ഉണ്ടാവണം. അത് അവിടെ ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ല പലർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ ലെവലിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അയേൺ ഉള്ള എന്തെങ്കിലും കഴിച്ചാൽ അത് അയേൺ ആയിട്ട് തന്നെ ബ്ലഡിലേക്ക് കിട്ടണം.
പലപ്പോഴും അത് കിട്ടണില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അയൺ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ പറയാം, ഇപ്പോഴത്തെ റെഗുലർ പ്രാക്ടീസിൽ നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10 പേരിൽ 8 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. സോ വി ആർ ഫോഴ്സ്ഡ് ടു ആസ്ക് ദം ടു ഹാവ് സപ്ലിമെൻറ്റ്സ്. ഇപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ നമുക്ക് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 35 എങ്കിലും വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലാണ് സൺലൈറ്റിൽ നിന്ന് പോലും നമുക്ക് അബ്സോർപ്ഷൻ കിട്ടുള്ളൂ. പക്ഷെ പലർക്കും ഇപ്പോൾ നിൽക്കുന്നത് 12, 15, 17 ഒക്കെയാണ് റേഞ്ചസ് നിൽക്കുന്നത്. സോ വി ആർ ഫോഴ്സ്ഡ് ടു ആസ്ക് ദം ടു ഹാവ് സപ്ലിമെൻറ്റ്സ് സോ ദാറ്റ് ഇറ്റ് വിൽ ഇംപ്രൂവ് ഫാസ്റ്റർ. സോ സപ്ലിമെൻറ്റ്സ് ആർ ഗുഡ്. ലൈക്ക് നമുക്ക് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സപ്ലിമെൻറ്റ്സിനെ തന്നെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ആയുർവേദം ചൂസ് ചെയ്യുന്നുണ്ട്. മോഡേൺ മെഡിസിൻ ഒരുപാട് ഈ ആർട്ടിഫിഷ്യൽ മെഡിസിൻസ് എല്ലാം കൂടെ കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നത് പേടിച്ചിട്ട് ആയുർവേദത്തിലോട്ട് ഒരുപാട് പേര് തിരിയുന്നുണ്ട്. ഇത് തിരിയുന്നത് എന്തുകൊണ്ടെന്നല്ല, പക്ഷേ ഈ ആയുർവേദത്തെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ് ഡോക്ടറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തെറ്റിദ്ധാരണകൾ പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും. നമ്മുടെ അടുത്ത് ക്ലയൻസ് ഇപ്പോൾ ഞാനൊരു 5 ദിവസത്തേക്കാണ് തെറാപ്പി അഡ്വൈസ് ചെയ്യണമെങ്കിൽ ക്ലയൻറ്റ് നമ്മളോട് ചോദിക്കും വൈ 5 days, അത് 7 days അല്ലേ വേണ്ടേ, 14 days അല്ലേ വേണ്ടേ? ഇറ്റ്സ് നോട്ട് അങ്ങനെ. നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലും പറയുന്നില്ല 7 days ചെയ്യണം, 14 days ചെയ്യണം, 21. ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ കണ്ടീഷൻസ്, അക്കോർഡിംഗ് ടു ദെയർ ബോഡി ഹെൽത്ത് അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത് നമ്മൾ ഒരു തെറാപ്പി അഡ്വൈസ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആയുർവേദത്തിൽ നമ്മൾ റൂട്ട് കോസാണ് കണ്ടുപിടിക്കുക. ഹൗ ദാറ്റ് condition manifested on your body with such and such like ഇപ്പോൾ അവരുടെ ദേഹപ്രകൃതി വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് വെച്ചിട്ടോ why it has manifested in your body എന്നുള്ള റൂട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ആ റൂട്ടിൽ നിന്ന് നമ്മൾ അവരെ കറക്റ്റ് ചെയ്ത് തുടങ്ങുമ്പം മേ ബി അവരുടെ പ്രശ്നം സ്ട്രെസ് ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ. നമുക്ക് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏറ്റവും വലിയ മിത്ത് എന്ന് പറയുന്നത് ആയുർവേദം ചികിത്സിച്ചാൽ ഭേദമാകാൻ കുറേ സമയമെടുക്കും. അങ്ങനെയൊന്നുമില്ല. ആ രോഗത്തിൻ്റെ ബലം, ആ രോഗിയുടെ ബലം, അതനുസരിച്ചിരിക്കും അതിൻ്റെ ചികിത്സ ഫലിക്കുന്നത്. അതിപ്പം അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും ഇപ്പം നാച്ചുറോപ്പതിയിലാണെങ്കിലും ഏത് മെഡിസിനിലാണെങ്കിലും രോഗത്തിൻ്റെയും രോഗിയുടെയും ബലം പോലെ ഇരിക്കും എത്ര സമയം എടുക്കും എന്നുള്ളത്. പക്ഷെ പലരുടെയും ഒരു കൺസെപ്റ്റ് ആയുർവേദം ചികിത്സിച്ച ഡിലേഡ് ആണ് റിസൾട്ട് വരാൻ, അല്ലെങ്കിൽ ഒന്ന് അഗ്രവേറ്റ് ചെയ്തിട്ടേ റിലീഫ് ആകൂ. അതൊക്കെ എല്ലാം മിസ്കൺസെപ്റ്റ്സ് ആണ്. അങ്ങനെ ഒന്നുമില്ല ആയുർവേദത്തിൽ. നമുക്ക് ക്വിക്ക് റിലീഫ് കിട്ടുന്ന പല കണ്ടീഷൻസും ആയുർവേദത്തിൽ. എനിക്കൊന്ന് ഡോക്ടർ തന്നെ ഉത്തരം പറഞ്ഞു. കാരണം ഈ ആയുർവേദം ഒരുപാട് സമയം എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ഇവാലുവേറ്റ് ചെയ്ത് വരുന്ന സമയം, അതെ, അതിന് കുറച്ച് സമയം എടുക്കും. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു റിയൽ റീസൺ എന്താണെന്നുള്ളത്. മറ്റേത് ഇംഗ്ലീഷ് മെഡിസിൻസിനാണെങ്കിൽ നമ്മൾ എന്ത് സിംറ്റം കൊണ്ട് പോകുന്നു ആ സിംറ്റമിന് അവർ മരുന്ന് തരും, നമ്മളത് റിലീഫ് ആവുന്നു, വീട്ടിൽ പോകുന്നു. അതെ അതെ. ഓക്കെ. അടുത്തത് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലാണ്. ഈ ലൈഫ് സ്റ്റൈൽ നമ്മളെ വേഗം ഏജിങ്ങിലോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ ഇപ്പം, കാരണം ലൈഫ് സ്റ്റൈൽ എല്ലാം ഒരു ഫാസ്റ്റിൽ നമുക്ക് കിട്ടണം, അതിനുവേണ്ടി ക്വിക്ക് റെമഡീസ് നമ്മൾ തേടി പോകുന്നു. ക്വിക്ക് റെമഡീസ് ചെയ്യുമ്പോഴത്തേക്ക് ഏജിങ്ങിനെ അത് കൂടുതൽ അഗ്രിവേറ്റ് ചെയ്യുന്നു. ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നു, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു സെനാരിയോ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയുക? എനിക്ക് വന്നൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ഞാൻ ഇതിനൊരു ആൻസർ പറയാം. ഷി വാസ് ലൈക്ക് 24 years ഓൾഡ് ഒരു പെൺകുട്ടിയായിരുന്നു. ഹെർ കണ്ടീഷൻ വാസ് ഷീ ഡോണ്ട് ഹാവ് എ റെഗുലർ ബൗവൽ മൂവ്മെൻറ്റ്സ് ഇല്ല. സോ അതിനെ ഫോളോ ചെയ്ത് ബ്ലോട്ടിംഗ് ഉണ്ട്, അസിഡിറ്റി ഉണ്ട്, അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. സോ ഞാൻ ഡയറ്റ് റീകോൾ എടുത്തു. ഹൗ ഈസ് യുവർ ഡയറ്റ്? അപ്പം ഹെർ മദർ ഈസ് വർക്കിംഗ്, ഹെർ ഫാദർ ഈസ് ഓൾസോ വർക്കിംഗ്, ഷീ ഈസ് ദ ഓൺലി ചൈൽഡ്. കുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എന്തൊക്കെയോ പ്രശ്നം കാരണം ലാസ്റ്റ് ഒരു 3 months ആയിട്ട് കുക്ക് വീട്ടിലില്ല. സോ 3 months ആയിട്ട് ഷീ ഡിപ്പെൻഡ് ഓൺ ഔട്ട്സൈഡ് ഫുഡ്. ലൈക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡല്ല, ഹോട്ടലിലെ ഫുഡാണ്, നോട്ട് ഫാസ്റ്റ് ഫുഡ്. ഷീ ഈസ് ടെല്ലിങ് ഞാൻ ദോശ കഴിക്കണേ, ഓക്കെ ഞാൻ കഞ്ഞിയ കുടിക്കണേ, ഞാൻ ചോറ കഴിക്കണേ. ലെറ്റ് ഇറ്റ് ബി എനി ഫുഡ്. അത് ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പം ദേ ഹാവ് ടു ലൈക്ക് കോംപ്രമൈസ് സംതിങ് ഓൺ ദ ഫുഡ്. അല്ലാണ്ട് മാർക്കറ്റിൽ അവർക്ക് അത് അവൈലബിൾ ആക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ വെരി ബേസിക് അല്ലേ, വെരി ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി, 24 വയസ്സുള്ള പെൺകുട്ടി വെരി റെഗുലറായിട്ട് 3 months ആയിട്ട് ഷീസ് പുറത്തുനിന്നത്. പിന്നെ ഈ കുട്ടിക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചിലപ്പം അത് ലഞ്ച് സ്കിപ്പ് ചെയ്യും.
എന്നിട്ട് ഒരു 4 o'clock അല്ലെങ്കിൽ ഒരു ടീ ടൈം ആകുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് പോയിട്ട് എന്തെങ്കിലും കഴിക്കും. ഈ ഇൻസ്റ്റൻ്റ് ഉണ്ടല്ലോ, ലൈക്ക് ദേ ഡോണ്ട് ഹാവ് പേഷ്യൻസ് ഇനഫ് ടു കുക്ക് സംതിങ്. അതാണ് ഞാൻ ചോദിക്കാനായിട്ട് വന്നത് ആ സമയത്ത്. അവർക്ക് ഇൻസ്റ്റൻ്റ് ആണ്. ദേ ഡോണ്ട് വാണ്ട് ടു പ്ലാൻ, ദേ ഡോണ്ട് വാണ്ട് ടു ലൈക്ക് ഇപ്പോഴത്തെ മേജറായിട്ട് കാണുന്ന ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. അവർക്ക് ഇൻസ്റ്റൻറ്റ് ദേ ഹാവ് മെനി എക്സ്ക്യൂസസ് ഫോർ ദാറ്റ് ഓൾസോ. അതൊന്നും എന്താ പറയുക, അതിപ്പം നമ്മൾ കൺവിൻസ് ചെയ്താലും അവരത്ര കൺവിൻസ്ഡ് ആവില്ല. ദിസ് ഈസ് അഫക്റ്റിംഗ് യു ഇൻ ദിസ് വേ എന്ന് പറഞ്ഞാലും നോ ഡോക്ടർ, അതിന് ഇന്ന എക്സ്ക്യൂസ് ഉണ്ട്. ദേ ഹാവ് എക്സ്ക്യൂസ് ഫോർ എവറിത്തിങ്. സോ ഇതൊരു എക്സാമ്പിളാണ് ഹൗ ഇറ്റ്സ് അഫക്റ്റിംഗ് ദം എന്നുള്ളത്. സോ ബേസിക് കാര്യമാണ് റെഗുലർ ബവൽ മൂവ്മെൻറ്റ്സ് എന്നുള്ളത്. സോ ഐ ആസ്ക്ഡ് ഹെർ, എന്തെങ്കിലും വീട്ടിലുണ്ടാക്കൂ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മീൽസ് ഒന്നും വേണ്ട, വെറുതെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കൂ. നോ, ഷീ ഈസ് ഓൾസോ വർക്കിംഗ്, സോ ഷീ ഡോണ്ട് ഹാവ് ടൈം ടു ഡു ദാറ്റ്. എനിക്ക് വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ല അതിനകത്ത്. ഒൺലി ഐ ക്യാൻ അഡ്വൈസ് ഈസ് സ്റ്റോപ്പ് ഹാവിങ് ഔട്ട്സൈഡ് ഫുഡ് എന്നുള്ളത് മാത്രമാണ്. സോ ഇന്നത്തെ ജനറേഷൻ്റെ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കുക്ക് അല്ലെങ്കിൽ എവറിഥിങ് വെൻ ഇറ്റ് കംസ് ടു ഫുഡ് ദേ കോംപ്രമൈസ് എ ലോട്ട്. അതൊന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യത്തിൽ അവരുടെ സ്ലീപ്പ്. ഇപ്പം മോസ്റ്റ്ലി ഇപ്പം നമ്മുടെ തന്നെ ഫാമിലികളിലൊക്കെ അറിയാം, എല്ലാവരും രാത്രി മുഴുവൻ ഉണർന്നിരിക്കും, എന്നിട്ട് പകലാവുമ്പോൾ ഫുള്ള് കിടന്ന് ഉറങ്ങും. അത് നമ്മുടെ സർക്കാഡിയൻ റിതത്തിൻ്റെ തന്നെ ഇംബാലൻസിങ് ആണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഏജിങ്ങിനെ ഫാസ്റ്റർ ആക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആണെങ്കിലും ഹെയറിൻ്റെ ഹെൽത്ത് ആണെങ്കിലും ഈ കോസ്മെറ്റിക്സിലേക്കൊക്കെ പിന്നെ ലേറ്റർ ഓൺ അവർ പോകേണ്ടി വരുന്നത് ഈ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ വാട്ടർ ഇൻടേക്ക് ലൈക്ക് നമ്മുടെ ബോഡിയിൽ 75 to 80% വാട്ടറാണ്. പക്ഷേ ഇന്ന് എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര യങ് ജനറേഷനിലെ ആൾക്കാർ അത്ര ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, പക്ഷേ ഒരു റേഷ്യോ എടുത്ത് നോക്കിയാൽ മോർ റേഷ്യോ ഇതൊന്നും അത്ര ശ്രദ്ധിക്കാത്ത കുട്ടികൾ. അത്യാവശ്യം ദാഹിച്ചാൽ ഒരു താഴ്ന്ന കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കും, അതല്ലെങ്കിൽ പാക്കറ്റ് ജ്യൂസസ് എടുക്കും. അതെ. അപ്പം ഇതൊക്കെ ഇപ്പം ഫുഡാണെങ്കിലും സ്ലീപ്പാണെങ്കിലും വാട്ടർ ഇൻടേക്ക് ആണെങ്കിലും നെക്സ്റ്റ് കംസ് ടു എക്സസൈസ്. ഇതെല്ലാം നമ്മളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പില്ലേഴ്സാണ്. സോ ഇതൊക്കെ ഇംബാലൻസ്ഡ് ആണ് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ. ആരൊക്കെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഹെൽത്തിനെ പറ്റി അത്രയും കോൺഷ്യസ് ആയിട്ടുള്ളവർ മാത്രമാണ് എക്സസൈസിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ലൈഫ് ഈസ് ടു എൻജോയ്, ചിൽ ഔട്ട് ചെയ്യണം, ഹാങ് ഔട്ട് ചെയ്യണം, ഫ്രണ്ട്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഏജ് വരുമ്പോൾ ലൈക്ക് ഒരു 40s ഒരു 50s വരുമ്പോൾ ദേ ആർ ഗോയിങ് ടു സഫർ ലൈക്ക് വെരി ബാഡ്ലി. അതിപ്പം മനസ്സിലാക്കുന്നില്ല. ഇന്ന് പ്രസൻറ്റിൽ മാത്രമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പം ഹൗ ടു പ്രിവെൻറ്റ് സം കണ്ടീഷൻസ് എന്നുള്ളതിനെ പറ്റി അവർ ഒട്ടും ബോധേഡല്ല. സോ ഈ ജനറേഷനിലെ കുട്ടികൾ ഫാസ്റ്ററായിട്ട് ഏജിങ് ആവുന്നതിൻ്റെ മേജർ റീസൺ ഇതാണ്. ദെയർ സെഡൻറ്ററി ലൈഫ്, ദെയർ ലൈക്ക് ഇഗ്നോറിങ്, പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്യണത്, ഇതെല്ലാം അവരുടെ ശരിക്കും യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു അവയർനെസ് ശരിക്കും ആവശ്യമാണല്ലേ. പക്ഷേ ഉണ്ടല്ലോ നീതു, ലൈക്ക് മെനി ആർ അവെയർ ഓഫ് ദിസ്. ഞാൻ പറയുകയാണെങ്കിൽ ഇൻ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഒട്ടും അവെയർ അല്ലാതെ ഈ ഫാസ്റ്റ് ഫുഡിനെ ഇൻസ്റ്റൻറ്റ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത്. പക്ഷെ കുറച്ച് പേരുണ്ട്, ദേ ആർ വെരി കോൺഷ്യസ്, ദേ ആർ വെരി ലൈക്ക് അവർ ഭയങ്കര ചിട്ടയോടെ ജീവിക്കുന്ന കുറേ പേരെങ്കിലും കാണുന്നുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോഴും യങ് ജനറേഷൻ ആർ നോട്ട് ഇൻ ടു ഹെൽത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ ചിട്ടയായിട്ട് എക്സസൈസ് എന്ന് പറഞ്ഞപ്പോഴാണ് പലരും ഈ ഓവറായിട്ട് എക്സസൈസ്, ഓവർ എന്നുള്ള വാക്കെന്നല്ല, ഭയങ്കര ചിട്ടയായിട്ടും ഭയങ്കര ഓവർ ജിമ്മിൽ പോയി അല്ലെങ്കിൽ നടക്കാൻ പോയി, സൈക്ലിങ്ങിന് പോയി, അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഏർലി സ്റ്റേജ് പ്രോബ്ലംസ് കാണുന്നുണ്ട്. അത് ശരിക്കും നമ്മുടെ ഒരു ഡിസ്കഷനിൽ നിന്ന് ഒരു ഔട്ട് ഓഫ് പോയിന്റ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതിനെന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? ഓഫ് കോഴ്സ്. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ടൊരു മീൽ നമുക്ക് ലഞ്ചിന് തന്നു എന്ന് വയ്ക്കാം. അപ്പോൾ അതിനകത്ത് പ്രോപ്പർ പ്രോട്ടീൻ ഉണ്ട്, പ്രോപ്പർ ഫൈബർ ഉണ്ട്, പ്രോപ്പർ കാർബ് ഉണ്ട്, നമുക്ക് തന്നു. പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു നീഡുണ്ട്.
അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അതിന് ആദ്യം നമ്മളുടെ ദേഹപ്രകൃതി നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് മൈ ബോഡി എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലാണ് നമ്മുടെ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ദേഹപ്രകൃതി മനസ്സിലാക്കാനായിട്ട് അവരൊരു ആയുർവേദ അവർക്ക് എന്തെങ്കിലും ഒരു ടിപ്സ് ആയിട്ട് ഡോക്ടറിനെ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോകാനുണ്ടോ? ഇറ്റ്സ് ടഫ്. അതൊരു കൺസൾട്ടേഷൻ എടുത്ത് തന്നെ മുന്നോട്ട്. അതെ, കൺസൾട്ടേഷൻ എടുത്ത് തന്നെ മുന്നോട്ട്. കാരണം നമുക്ക് തന്നെ നമ്മളുടെ ദേഹപ്രകൃതി ലൈക്ക് ഒരു ആയുർവേദിക് പ്രാക്ടീഷണറിനായിരിക്കും ഏറ്റവും കൂടുതൽ അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പം കുറേ ക്വസ്റ്റനേഴ്സ് ഒക്കെ ഉണ്ട് നമ്മളുടെ ആർട്ടിക്കിൾസിലും നെറ്റിലൊക്കെ കുറേ ക്വസ്റ്റനേഴ്സ് ഉണ്ട്. എങ്കിലും ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിലാണ് അതിൻ്റെ സമ്മറിയിലേക്ക് പോയി ദിസ് ഈസ് യുവർ ദേഹപ്രകൃതി, ദിസ് ഷുഡ് ബി യുവർ ലൈഫ് സ്റ്റൈൽ, ദിസ് ഷുഡ് ബി യുവർ റെജിമെൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ 2 ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം, പൊതുവേ എല്ലാവരും തെറ്റായിട്ട് മുന്നോട്ട് നീക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം എന്താണ്? ഫുഡ്. പലരും കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോപ്പർ സഫീഷ്യൻറ്റ് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്നില്ല. ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ആണെങ്കിലും സോ കോൾഡ് ഹെൽത്തിയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെയിറ്റിനെ കുറയ്ക്കാൻ ആൻഡ് ഇൻ ബിറ്റ്വീൻ എനിക്ക് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ്, ഹെൽത്തും ഫിറ്റ്നസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഹെൽത്തിനെ നമുക്ക് പറയാൻ പറ്റുന്നത് മേ ബി നിങ്ങളുടെ ബ്ലഡ് വാല്യൂസോ ബ്ലഡ് റേഷ്യോസ് എല്ലാം നോർമൽ ആണെങ്കിൽ യു ആർ ഹെൽത്തി, ബട്ട് യു മേ നോട്ട് ബി ഫിറ്റ് ഇനഫ്. മനസ്സിലായി? ഫിറ്റ്നസ് ഈസ് വേറൊരു കാറ്റഗറി. നല്ല മസിൽസ് ഒക്കെ വെച്ചിട്ട് സ്ട്രെങ്ത് ആയിട്ട് ലൈക്ക് ഒരു എക്സ്ട്രാ ഒരു എഫേർട്ടിലാണ് ആ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ പറ്റുക. അതിപ്പം ജനറൽ പോപ്പുലേഷനിൽ എല്ലാവർക്കും ആ ഒരു ഫിറ്റ്നസ് വേണം എന്നില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാത്തിലും വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ നേരിടാറുണ്ട്, ഡോക്ടർ ഇത്രയും പ്രീച്ച് ചെയ്യുന്ന ഒരു ഡോക്ടർ, യു ആർ ഒബേസ്. യാ ഐ ആം ഒബേസ്. അതിന് എൻ്റേതായ ചോയ്സസ് ഉണ്ട്, എൻ്റേതായ ലൈക്ക് എന്താ പറയുക, എൻ്റേതായ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എന്ന് വെച്ചിട്ട് ഐ എം നോട്ട്, ഞാൻ അൺഹെൽത്തി അല്ല, ഐ എം ഹെൽത്തി ഇനഫ്, മൈ ബ്ലഡ് ലെവൽസ് എവറിത്തിങ് ഈസ് വെരി പെർഫെക്റ്റ്. ദാറ്റ് ഡസ് നോട്ട് ഷോസ് ദാറ്റ് ഫിറ്റ്നസ് ഐ ഷുഡ് ഹാവ് 6-pack മസിൽസ്. എനിക്കൊരു പ്രോപ്പർ മസ്കുലർ മസിൽസ് വേണം എന്നുള്ളത് ഈസ് നോട്ട് മാൻഡേറ്ററി. അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അതാണ്, പ്രോട്ടീൻ ഇൻടേക്ക്. എനിക്ക് മസിൽ വേണം, പ്രോട്ടീൻ കൺസ്യൂമിങ് പ്രോട്ടീൻ ലൈക്ക് ഓവറായിട്ട് എടുക്കുകയാണ്, എക്സസീവായിട്ട് എടുക്കുകയാണ്. ആൻഡ് ഹൗ ഇത് പ്രോട്ടീനായിട്ട് കൺവേർട്ടായിട്ട് വരണമെങ്കിൽ യു നീഡ് സം ഫൈബർ വിത്ത് ഇറ്റ്. പക്ഷെ അതാരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ എന്താ എന്തിൻ്റെങ്കിലും ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതല്ല, ഇറ്റ്സ് ബാലൻസിങ് എവറിഥിങ്. ഫുഡ്, എക്സസൈസ്, സ്ലീപ്പ്, വാട്ടർ ഇൻടേക്ക്, എവറിഥിങ് ഇറ്റ്സ് യു ഷുഡ് ഗെറ്റ് ബാലൻസ്ഡ്. എന്നാൽ മാത്രമാണ് നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിലെ ഓരോ ആസ്പെക്ട്സ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഡേ ടു ഡേ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രോഡക്ട്സ് തെറ്റായ രീതിയിലാണെന്നാണ് ഡോക്ടർ പറയുന്നത്? യെസ്. ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കണം നമ്മുടെ ലൈഫിൽ നിന്നാണെന്നാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അറ്റ്ലീസ്റ്റ് നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് വേണ്ടത്. ഇന്നത്തെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് എത്ര എനർജി നമുക്ക് എക്സ്പെൻഡിച്ചറിന് വരുന്നുണ്ട്? വെരി മിനിമം അല്ലേ? നമ്മൾ 1 കിലോമീറ്റർ നടക്കണ പോലും ഇല്ല. റാദർ ഡൂയിങ് ലൈക്ക് ത്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്യുന്നതല്ലാതെ നമ്മൾ ഒന്ന് നടക്കുന്ന പോലുമില്ല, ഇറങ്ങി നടക്കുന്നു. അപ്പം അത്ര പോലും എനർജി എക്സ്പെൻഡിച്ചർ ഇല്ല നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ. സോ ഇനി നമ്മൾ കുറച്ച് ഫൈബർ കഴിച്ചാലും, നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാലും, ഐ മീൻ വെജിറ്റബിൾസ് കഴിച്ചാലും ഫ്രൂട്ട്സ് കഴിച്ചാലും അതിനകത്തൊക്കെ ഒരു സം എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സോ കോൾഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് എത്ര കുറയ്ക്കുന്നോ അത്ര നമുക്ക് നമ്മുടെ ഗട്ടിനെ ലൈക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം. അതിനോടനുബന്ധിച്ച് ഞാനൊരു ക്വസ്റ്റ്യനോട് ചോദിക്കാം. ഈ അതായത് ഇപ്പം ഒരുപാട് കീറ്റോ ഡയറ്റ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ ഡയറ്റ്, ഞാൻ കീറ്റോ എന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഡയറ്റ് പാക്കേജസ് ഉണ്ട്. ഇതുപോലുള്ള ഈ ഒരു ഡയറ്റ് പാക്കേജ് നമ്മൾ നോക്കേണ്ടത് ആരോഗ്യമായിട്ടിരിക്കാൻ ഇതുപോലൊരു പാക്കേജ് നോക്കണം എന്നുള്ളത് മാൻഡേറ്റ് ആണോ? അതിന് ഞാൻ വേറൊരു ക്ലയൻറ്റിൻ്റെ എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് വെരി ഫിറ്റ്. നേരത്തെ പറഞ്ഞ ഹെൽത്തി അല്ല, ഷീ ഈസ് വെരി ഫിറ്റ്, ഷീ ഈസ് വെരി ലീൻ. ഓക്കെ, ഷീ ഡോണ്ട് ഹാവ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ബ്ലഡ് ലെവൽസിലേക്ക് പോകുമ്പോൾ ഒന്നും നോർമൽ വാല്യൂസിലല്ല നിൽക്കുന്നത്. ആൻഡ് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പം ഒരു ലാസ്റ്റ് 6 months ആയിട്ട് ഷീസ് ഓൺ പ്രോപ്പർ ഡയറ്റ്.
അപ്പോൾ എന്താണ് ഡയറ്റ്? ഐ ആം ഓൺ പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റ്. അതാണ് ഇപ്പോൾ പേരുകളൊക്കെ മാറി തുടങ്ങി. കീറ്റോ ഡയറ്റൊക്കെ ആകുമ്പോൾ പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റ്. ഓക്കെ, പ്രോട്ടീൻ ഡയറ്റ് എന്താണ് നമ്മൾ ചോദിച്ചു വരുമ്പം ഷീ ഈസ് സപ്രസിങ് ഹെർ നീഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ ആകുമ്പം നമുക്ക് കുറച്ച് ക്രേവിങ്സ് ഒക്കെ തോന്നും. ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ തോന്നും, ചിലപ്പോൾ ലൈക്ക് എന്തെങ്കിലും ഒരു സ്പൈസി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഷീ ഈസ് സപ്രസിങ്. ഓക്കെ, ഷീ ഈസ് സപ്രസിങ് എവറിത്തിങ് ആൻഡ് ഷീ ഈസ് ഓൺലി ഫോക്കസിങ് ഓൺ ഹെർ പ്രോട്ടീൻ. അപ്പോൾ എന്താണ്, സ്ട്രെസ് ലെവൽ കൂടി, കോർട്ടിസോൾ ലെവൽ കൂടി, നമ്മൾ അറിയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ അങ്ങനെ സപ്രസ് ചെയ്യണം? ഇല്ല ഡോക്ടറെ, എനിക്ക് വെയിറ്റ് കൂടും. എല്ലാവരും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വെയിറ്റ് കൂടെ, നമ്മുടെ സ്കെയിലിംഗ് ബാറിൽ 1 kg കൂടിയ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നാണ് പറയണേ കുട്ടി. അത്ര ഒന്നും നമ്മൾ ഇതിൻ്റെ ബിഹൈൻഡ് പോകേണ്ട കാര്യമില്ല. ആഫ്റ്റർ ഓൾ വി ആർ ലിവിങ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. വി ഹാവ് ടു എൻജോയ് സച്ച് തിങ്സ് അല്ലേ. നമ്മൾ ഒരു മീൽ എൻജോയ് ചെയ്യാൻ പറ്റാതെ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് ദാറ്റ്സ് നോട്ട് ലൈഫ്. ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് ലിമിറ്റിൽ കൊണ്ടുപോകുന്നതിലാണ് നമ്മളുടെ, അതും എന്താണ് എൻ്റെ നീഡെന്ന് മനസ്സിലാക്കി അതിൽ ബാലൻസ് ചെയ്ത് പോകുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ജീവിക്കുന്നതേ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്, ഞാൻ ജീവിക്കുന്നതേ ഹെൽത്തിന് വേണ്ടി, അങ്ങനെയില്ല. നമുക്ക് പ്രിവെൻറ്റീവായിട്ട് ജീവിക്കുക, അസുഖങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ വേയിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാണ്ട് പ്രോട്ടീൻ ഞാൻ ഇത്ര മെഷർ ചെയ്യുന്നു, ഇത്ര പ്രോട്ടീൻ എടുക്കുന്നു, അത്ര ആവശ്യമില്ല. ഇനി അതിനോട് ഫോക്കസ്ഡ് ആണ്, ഒരു വെയ്റ്റ് ലിഫ്റ്ററാണ്, ഞാനൊരു ബോഡി ബിൽഡറാണ് എങ്കിൽ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ പ്രോട്ടീൻ, അല്ലെങ്കിൽ അവർക്ക് കട്ട് ഓഫ് ചെയ്യണം. ഇത് വെരി റെഗുലറായിട്ട് ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഞാൻ പ്രോട്ടീൻ മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് മെലിഞ്ഞിരിക്കണം, അത് നമ്മളുടെ സോഷ്യൽ മീഡിയ ആണ് ഇതിലേക്ക് കൊണ്ടെത്തിച്ചേക്കണത്. വാട്ട് ഈസ് റോങ് ഇഫ് ഐ എം ഒബേസ്? വാട്ട് ഈസ് റോങ് ഇഫ് ഐ എം ഓവർ വെയ്റ്റ്? ഇതിനകത്തൊന്നും ഒരു പ്രശ്നം. മറ്റുള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ തോട്ടാണ്. എക്സാക്ട്ലി. എല്ലാവർക്കും ഇച്ചിരി വയറുണ്ടെങ്കിൽ എന്താ പ്രശ്നം? ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. വെർ ഇറ്റ് കംസ് ടു ഹെൽത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ലൈക്ക് എന്താണ് സോർട്ട് ചെയ്യേണ്ടത് അത് സോർട്ട് ഔട്ട് ചെയ്യുക. അല്ലാണ്ട് ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ടു ബി 0 സൈസിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ഓൾ വി ആർ ലിവിങ് എവ്രി ഡേ നോ. സോ അതാണ് ഇപ്പം ഞാൻ കണ്ടതിൽ, അതാണ് എനിക്ക് തരേണ്ട ഒരു എക്സാമ്പിൾ. ഈ ഡയറ്റിനെയൊക്കെ പറ്റി ശ്രമിക്കുമ്പം ഈ സ്ട്രെസ് ലൈക്ക് സപ്രസ്ഡ് ആകുമ്പം സ്ട്രെസ്സ് കൂടുന്നു, വേറെ പല അസുഖങ്ങൾ മാനിഫെസ്റ്റഡ് ആകുന്നു. അത് മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. ഇനിയിപ്പം ആ കുട്ടീൻ്റെ അടുത്ത് മോളെ ഇങ്ങനെ ചെയ്യല്ലേ, നിൻ്റെ ക്രേവിങ്സിനെ നീ ഫുൾഫിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡോക്ടർ, എനിക്ക് പിന്നെ ഷീ ഈസ് വെരി മച്ച് ഒബ്സസ്ഡ്, എനിക്ക് വെയിറ്റ് കൂടാൻ പറ്റില്ല, വെയിറ്റിലാണ് ജീവിക്കുന്നത് തന്നെ. ക്രേവിങ്സ് തോന്നിയാൽ കഴിച്ചോളണം, അത്രേ ഉള്ളൂ. ഓഫ് കോഴ്സ് സീ ആഫ്റ്റർ ഓൾ, അല്ല അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്, ക്രേവിങ്സ് തോന്നിയാൽ കഴിക്കാമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനേ തോന്നില്ല. ഞാൻ പറഞ്ഞു ഡോണ്ട് ഈറ്റ്. ഒരു ദിവസം ആ കുട്ടി ഫുഡ് കഴിക്കാണ്ടിരുന്ന ഒന്നും പറ്റില്ല. വാട്ട്സ് ഹർ കംഫർട്ട്, ചൂസ് യുവർ കംഫർട്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചൂസ് യുവർ കംഫർട്ട് എന്ന്. എനിക്ക് രാത്രി മുഴുവൻ എഴുന്നേറ്റിരുന്ന് പകൽ ഉറങ്ങണതാണ് കംഫർട്ട്. ദാറ്റ്സ് നോട്ട് ദ തിങ്. അതല്ല നമ്മുടെ റൈറ്റ് വേ. എന്താണോ എനിക്ക് ചേരുന്നത്, ഇപ്പോൾ ബോഡിയുടെ നീഡാണ്. എനിക്ക് എൻ്റെ സൈക്കിളിൻ്റെ സമയത്ത് ഐ കാണ്ട് ഈറ്റ് എന്നുള്ളത് എൻ്റെ ബോഡിയുടെ നീഡാണ്. ബോഡി അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഫുൾഫിൽ ഇറ്റ്. ഇങ്ങനെ സപ്രസ് ചെയ്ത് കടിച്ചു പിടിച്ച് ജീവിക്കേണ്ടതില്ല. ആഫ്റ്റർ ഓൾ വി ഹാവ് ടു എൻജോയ് ലൈഫ് ടു. സോ ആസ് എൻ ആയുർവേദിക് ഡോക്ടർ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ജിമ്മിൽ പോകാൻ എല്ലാവർക്കും ഇപ്പം പറ്റുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നിപ്പോൾ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നടക്കില്ല. സോ ക്യാൻ യു സജസ്റ്റ് എനി ഓൾട്ടർനേറ്റീവ്? ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ മെയിൻറ്റെയിൻ സം പോയിന്റ്, നമ്മുടെ ഒന്ന് ഒന്ന് ഹെൽത്തി അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഒന്ന് കൊണ്ടുവരാൻ പറ്റും? ജിമ്മിൽ പോകുന്നത് ഐ യൂസ് ടു സജസ്റ്റ് ക്ലയൻസ് ലൈക്ക് മസിൽസ് ഭയങ്കര വീക്കുള്ള അല്ലെങ്കിൽ അവർക്ക് ഓസ്റ്റിയോ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഒരു ഏർലി ഏജിൽ ഓസ്റ്റിയോപൊറോസിസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഐ യൂസ് ടു സജസ്റ്റ് ദം ടു ഗോ ടു ജിം. കാരണം ജിമ്മിൽ അവർക്ക് മസിൽ സ്ട്രെങ്തനിങ് നല്ല പ്രോപ്പറായിട്ട് കിട്ടും. ഐ യൂസ് ടു സജസ്റ്റ്. ഇനി അതിന് പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് ഒരു കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി. റെഗുലർ ജിമ്മിന് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ട് നമ്മളുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന എക്സസൈസുകൾ കുറേ ഉണ്ട്. അത് റെഗുലർ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യണം എന്നില്ല. കുറച്ച് എക്സസൈസുകൾ പഠിച്ച് നമ്മൾ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആക്ടിവേഷൻ ആയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടി മാത്രം തിരിച്ച് ചെന്നാൽ മതി.
അങ്ങനെ ചെയ്യാവുന്ന കുറേ എക്സസൈസുകളുണ്ട്. കുറച്ച് എഫേർട്ട് അതിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജിമ്മിൽ തന്നെ പോയി ഇപ്പോൾ 10 കിലോ എടുക്കണം എന്നില്ല നമുക്ക് മസിൽസ് ആക്ടിവേറ്റ് ആക്കാൻ. നമ്മളുടെ ബോഡി വെയിറ്റ് തന്നെ വെച്ചിട്ടും മസിൽസിനെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. പൊതുവേ എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് ഡീടോക്സ്. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു സാധാരണക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡീടോക്സ് എന്താണ്? ഫാസ്റ്റിംഗ്. നമുക്ക് ആയുർവേദത്തിൽ പറയണത് ലംഘനം പരമൌഷധം എന്നാണ്. പല മെഡിക്കൽ കണ്ടീഷൻസിനും ഐ യൂസ് ടു സജസ്റ്റ് ദം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വേണ്ട, ഒരു 8 hours ചൂടുവെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റിംഗ് ഇരിക്കും. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം പലർക്കും അതിൻ്റെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് വരും. ഫാസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അത് ഡീഹൈഡ്രേറ്റഡ് ആവില്ലേ? ഇല്ല, ചൂടുവെള്ളം കുടിച്ചോളൂ, അല്ലെങ്കിൽ വെറുതെ വെള്ളം കുടിച്ചോളൂ. സോ ദാറ്റ് നമ്മളുടെ എല്ലാ എൻസൈംസും കുറച്ചൊന്ന് ആക്ടിവേറ്റഡ് ആകും. ഏറ്റവും നല്ല ഡീടോക്സ് ഈസ് ഫാസ്റ്റിംഗ്. അത് എത്ര മണിക്കൂർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബോഡി നേച്ചർ. ചില ബോഡി നേച്ചർ, ഇപ്പോൾ ഒരു കഫപ്രകൃതിക്കാരന് മേ ബി 24 hours ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ പൊക്കോളും. പക്ഷെ ഒരു വാദപ്രകൃതിക്കാരനോ ഒരു പിത്തപ്രകൃതിക്കാരനോ അത്രയും മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല. ഇനി ഇതിനകത്തോട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡി നേച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പിത്തവാദ പ്രകൃതിക്കാരനാണെങ്കിൽ ഒട്ടും ഇരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ബോഡി നേച്ചർ. അത് നമ്മൾ ലൈക്ക് ഇൻഡിവിജ്വലി അസസ്മെൻ്റ് എടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇത്ര നേരം ഫാസ്റ്റിംഗ് ഇരിക്കൂ, ദാറ്റ് വിൽ ഡീടോക്സ് യുവർ ബോഡി എന്നുള്ളത്. ഈ കഫം, വാദം, പിത്തം, ശരീരപ്രകൃതി പറഞ്ഞല്ലോ, അതൊന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറയാമോ? കാരണം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ ഏത് ടൈപ്പാണ് എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. വെരി വെരി ബേസിക് ആയിട്ട് പറയാം, അല്ലാതെ നമുക്ക് ഡീറ്റെയിലിംഗിലോട്ട് ഇല്ല. ഒരു ജസ്റ്റ് ഒരു ബ്രീഫിംഗ് മാത്രം. ഞാൻ നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യം നമുക്ക് ഇപ്പം ത്രൂ എക്സ്പീരിയൻസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. യോ കഫപ്രകൃതി, യോ വാദപ്രകൃതി എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വെരി ഇതായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്യ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന സ്കിൻ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരനെ നമുക്ക് വാദപ്രകൃതിക്കാരെന്ന് പറയാൻ പറ്റും. ഇനി പുളി, എരിവ് ഭയങ്കര ഇഷ്ടമാണ്, ഷോർട്ട് ടെമ്പേർഡാണ്, അവർ പിത്തപ്രകൃതിക്കാരാണ്. കുറച്ചൊരു ചബ്ബി നേച്ചറാണ്, അവർക്ക് മധുര രസങ്ങളാണ് കൂടുതൽ ഇഷ്ടം, ദേ ആർ കഫപ്രകൃതി. ഇത് സിംഗിൾ പ്രകൃതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഓക്കെ, കേൾക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ഇത് കമ്പൈൻഡ് പ്രകൃതി ഉണ്ട്. ചിലപ്പോൾ ത്രിദോഷ പ്രകൃതികളുണ്ട്. മൂന്ന് ഇപ്പോൾ കഫവാദ പിത്ത പ്രകൃതി പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കും. ചിലവരുടെ വാദപ്രകൃതി പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുമ്പം അവർ വാദ കഫ പിത്ത പ്രകൃതിക്കാരാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ വാദ പിത്ത കഫ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ 3 കാറ്റഗറിയിലാണ് ഇങ്ങനെ നമുക്കൊന്ന് വെരി ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയധികം നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഒരു മോഡേൺ ഇത്രയധികം മീഡിയ ഇതൊക്കെ ഉള്ള അവസ്ഥയിൽ നമുക്ക് അറിവുണ്ട്, അവയർനെസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അത് പ്രത്യേകിച്ചും കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് കൂടുതൽ അവയർനെസ്സും കൂടുതൽ എക്സ്പോഷറും ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിന് വളരെ ഏർലി ഏജിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നത്? ദാറ്റ്സ് ദെയർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ദെയർ ലൈഫ് സ്റ്റൈൽ. എല്ലാ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാ അറിവുകളും നമുക്ക് അവൈലബിൾ ആണെങ്കിലും ഐ മൈസെൽഫ് ഷുഡ് ടേക്ക് ദ ഇനീഷ്യേഷൻ, അല്ലേ? അത് പലരും ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കപ്പിളിൻ്റെ കൂടെ ഒരു കുട്ടി വന്നു ക്ലിനിക്കിൽ തന്നെ. ഷീ ഈസ് ലൈക്ക് 12 or 13 years. അതെ, 13 or 14 years. ഷീ നോ എവറിഥിങ്. നമ്മൾ എന്തിനെ പറ്റി സംസാരിച്ചാലും ഷീ ഹാവ് സം പോയിൻറ്റ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് മാറ്റർ, അല്ലെങ്കിൽ ആ ഡിസ്കഷനിലേക്ക്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ആർ യു ഫോളോയിങ് ദിസ്, നോ, ഇറ്റ്സ് ദർ. ChatGPT ഞാൻ കണ്ടു, ജെമിനായി എനിക്ക് പറഞ്ഞു തന്നു. ആർ യു ഫോളോയിങ്? നോ. വൈ ഷുഡ് ഐ? എന്നിതൊന്നും ബോധർ ചെയ്യുന്നില്ല, എനിക്കിതൊന്നും അഫക്റ്റഡ് അല്ലാത്തടത്തോളം ഞാനിതിനെപ്പറ്റി ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ലേസിനെസ് എന്നൊക്കെ പറയാം. ആൻഡ് പ്ലീസ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇത് ജനറലൈസ് ചെയ്ത് പറയണതല്ല. കുറച്ച് പേര് ഇൻ റേഷ്യോയിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയാണ്. ലൈക്ക് എല്ലാം ഈസിയാണ്, എല്ലാം ചലയുകയാണ്. സ്ക്രോൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ തലേന്നും അത് പോകും. അതെ. ആൻഡ് നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിങ് എല്ലാം കുറഞ്ഞല്ലോ ഇപ്പോൾ. നമ്മൾ പണ്ട് 1 മണിക്കൂർ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ കട്ട് ഷോർട്ട് ചെയ്ത് 35 minutesലേക്കാക്കി. കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ്
ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ഇപ്പം 10 വയസ്സുള്ള എൻ്റെ മോളോട് പറയാണ്, മോളെ ഇത്ര നേരം ഫോൺ കാണല്ലേ എന്ന് പറയുമ്പം ഷീ നോ, ഇത്ര നേരം ഞാൻ ഫോൺ കണ്ട എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഷീ നോ. ബട്ട് ഷീ ഹാസ് ലൈക്ക് എന്തോ ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് വാച്ചിങ് ഓൺ ദിസ്, എൻ്റർടൈനിങ് ഓൺ ദിസ് എന്നുള്ളതിൽ. സോ ഷീ ഷുഡ് ടേക്ക് ദ ഇനീഷ്യേഷൻ ടു പ്രിവെൻറ്റ് ഓൾ ദിസ്. എല്ലാ അറിവുകളും ഉണ്ട്, പക്ഷേ ഫോളോ ചെയ്യുന്നില്ല. ആ ഒരു വിൽ പവറിനോ അല്ലെങ്കിൽ ഒരു സെൽഫ് അവെയർനെസ്സിനോ എന്ത് പേരിൽ വിളിച്ചാലും ആ ഒരു ഇൻസൈഡിൽ നിന്ന് വരണം ആ ഒരു ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ഫീലിംഗ് ഓഫ് ഡൂയിങ് റൈറ്റ് എന്നുള്ള ഒരു കാര്യം വന്നാൽ മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അറിവുണ്ട് എല്ലാവർക്കും, ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പതിഞ്ഞ ഒരു വാക്കാണ് സൈഡ് എഫക്ട്സ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്നതാണ് ഇന്നത് വരും, ഇന്നത് വരും, ഇന്നത് വരും, ഇത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ ആയുർവേദത്തിനും ഈ മരുന്നുകൾ മിക്സ് ചെയ്യുന്ന പല മരുന്നുകൾ ചേർന്നിട്ടായിരിക്കും ഒരു മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സൈഡ് ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്? അത് നേരത്തെ ചോദിച്ചൊരു ചോദ്യം പോലെ എന്തെങ്കിലും മിത്തുകളുണ്ടോ, മിസ്കൺസെപ്റ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ച പോലെ ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു മിസ്കൺസെപ്റ്റാണ്. ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. വെരി ബേസിക്. ഇപ്പം വനസൂരണാദി ലേഹ്യം നമ്മൾ ശോധനയ്ക്കൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ലേഹ്യമാണ്. അതിനകത്ത് വരുന്നത് ചേറിൻ കുരുവാണ്. അത് ശുദ്ധി ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലേഹ്യത്തിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ശുദ്ധി ചെയ്ത് കഴിച്ചാലും ചില ബോഡിയിൽ കുറച്ച് റാഷസ് ഒക്കെ പൊന്താൻ ചാൻസസ് ഉണ്ട്. ആ ബോഡി അതിനെ എടുക്കില്ല, അത് ഡിഫെൻഡ് ചെയ്യും. അപ്പം സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ട്. ഹൗ വി ചൂസ് ദ പേഷ്യൻറ്റ്, ഹൗ വി ചൂസ് ദ മെഡിസിൻ എന്ന പോലെ ഇരിക്കും. അത് നമ്മുടെ യുക്തിയാണ്. ആയുർവേദ പ്രാക്ടീഷണറിൻ്റെ യുക്തിയാണ് ഈ കണ്ടീഷനിൽ ഞാൻ ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ളത്. അതായത് ഒരു കണ്ടീഷന് പല മെഡിസിൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ഇപ്പോൾ ഒരുപാട് ട്രെൻഡാണ്. പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് പണ്ട് ഏത് പനി വന്നാലും പാരസെറ്റമോൾ, അതല്ല, വ്യക്തിഗതമായാണ് മരുന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആയുർവേദത്തിലും. അപ്പോൾ അതിനകത്ത് ആ കോമ്പിനേഷനിൽ മിസ്റ്റേക്ക് വന്നാലും, ഇനി രസൌഷധി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാറ്റഗറി ഉണ്ട്. പല ഔഷധങ്ങളെല്ലാം നമ്മൾ ശുദ്ധി ചെയ്ത് പ്രിപ്പയർ ചെയ്ത് മെഡിസിൻ ആക്കുന്ന രസൌഷധീസ് അതെല്ലാവരുടെയും ബോഡിക്ക് ചേരില്ല. ഇപ്പോൾ പല ലിവർ കണ്ടീഷൻസിലും ആയുർവേദ മെഡിസിൻ കഴിച്ചിട്ടാണെന്ന് പറയുന്നു. ദേ ആർ ബ്ലെയിമിങ് അസ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഫാക്ട്. എപ്പോഴും ആയുർവേദ മരുന്ന് കഴിച്ചിട്ടല്ല ഈ ലിവർ കണ്ടീഷൻസ് ഉണ്ടാകുന്നതും കിഡ്നി ഫെയിലർ ഉണ്ടാകുന്നതും. ഇറ്റ്സ് ലൈക്ക് ഒരു ഡിബേറ്റ് പോലെയാണ്. അലോപ്പതി ഡോക്ടേഴ്സിന് ദേ ഹാവ് ദെയർ ഓൺ വ്യൂസ്, ദേ ഹാവ് ദെയർ ഓൺ പെർസീവ്സ്, ലൈക്ക് ദേ വിൽ ബി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് സെയിം ടൈം നമുക്കുണ്ട് നമ്മളുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ വശമുണ്ട് പറയാനായിട്ട്. പക്ഷെ അത് എന്താ പറയുക, ഇപ്പോഴും കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അലോപ്പതിയിൽ പോലെ തന്നെ ആയുർവേദത്തിലും സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ മാക്സിമം അത് ഈ പറഞ്ഞ പോലെ ഫ്രം ബേസിക്കാണ് നമ്മൾ, ഫ്രം റൂട്ടാണ് നമ്മൾ ചികിത്സിക്കുക. അതുകൊണ്ട് അത്രയും സൈഡ് എഫക്റ്റിലേക്ക് പലപ്പോഴും പോകാറില്ല. അതുകൊണ്ടാണ് ആ സൈഡ് എഫക്റ്റിനെ പറ്റി ആർക്കും അറിയാത്തത്. അപ്പോൾ ആയുർവേദം എങ്ങനെയാണ് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്? നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്തിട്ട് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഫപ്രകൃതിക്കാരന് വേറെ ലൈഫ് സ്റ്റൈലാണ്. ഇനി നമ്മളുടെ കാലാവസ്ഥകളുണ്ട്. ഇപ്പോൾ വർഷ ഋതുവിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാലാവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് വേനലിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട. എല്ലാവരും കർക്കിടക ചികിത്സ എടുക്കും, പക്ഷെ ആരും ഈ വേനൽ സമയത്ത് എടുക്കേണ്ട ചികിത്സ ആരും എടുക്കുന്നില്ല. ആ സമയത്ത് എടുക്കേണ്ടത്, പിത്തപ്രകൃതിക്കാർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യണത് ഈ വേനൽ സമയത്താണ്, ചൂട് സമയത്താണ്. പക്ഷെ ആരും അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ചികിത്സിക്കാൻ, ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാലും കർക്കിടക മാസമല്ലല്ലോ, ചികിത്സയുടെ മാസമല്ലല്ലോ. അതാണ് അപ്പം പഴയ കുറേ കൺസെപ്റ്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ ആരും റെഡിയല്ല ഇപ്പോഴും. അപ്പം ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹം, ദേശം, കാലാവസ്ഥ ഇതെല്ലാം വെച്ചിട്ട് വേണം ഒരു ലൈഫ് സ്റ്റൈലിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി എൻ്റെ പ്രാക്ടീസിൽ ഞാൻ യൂഷ്വലി ചെയ്യണത്, ഐ യൂസ് ടു അഡ്വൈസ് ദം. These are all your body, nature. This is your preference. Now you decide your lifestyle. ആൻഡ് അവർക്കത് ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ട്. റാദർ ഞാനിരുന്ന് ഇത്ര മണിക്ക് എണീക്കൂ, ഇത്ര മണിക്ക് ഇന്ന ഭക്ഷണം കഴിക്കൂ, ഇത്ര മണിക്ക് ഇന്നത് ചെയ്യൂ എന്നതിനെക്കാട്ടിലും ഇഫ് ദേ ഡിസൈൻ ദെയർ ലൈഫ് സ്റ്റൈൽ, അവർക്കത് ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ട്. ആൻഡ് നല്ല റിസൾട്ട്സും കാണുന്നുണ്ട് ഇപ്പോൾ അതിന്. എന്തുകൊണ്ടാണ് ആയുർവേദം പൊതുവെ സ്ത്രീകൾ കൂടുതലായി അവലംബിക്കുന്നത്?
സ്ത്രീകളുടെ ഒരു ശരീരം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ഹോർമോൺസിൻ്റെ ഫ്ലഷ് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ഒരു ഹൈ ഒരു റെലവൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ച് പുരുഷന്മാർക്ക് ആയുർവേദം പറയുന്നില്ല എന്നല്ല ഞാൻ പറയണത്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് അവരുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ്, അവരുടെ മെൻ്റൽ ഹെൽത്താണ് പലപ്പോഴും അവരുടെ ഫിസിക്കൽ പല മാനിഫെസ്റ്റേഴ്സിൻ്റെയും റീസൺ, പല അസുഖങ്ങളുടെയും റീസൺ അവരുടെ മെൻ്റൽ ഹെൽത്താണ്. സോ വെൻ ഇറ്റ് കംസ് ടു ആയുർവേദ നമ്മളതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു പിത്തപ്രകൃതിയുള്ള ഒരാൾ, അത് നേരത്തെ ഞാൻ പറഞ്ഞു, എരിവ്, പുളി, ചൂട്, ദേഷ്യം, ഇതൊക്കെ പിത്തപ്രകൃതിക്കാർക്കാണ്. അങ്ങനെയുള്ള ബോഡി നേച്ചറുള്ള ഒരാൾ ഒരു പെരിമെനോപോസൽ ഏജിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ശതാവരി ഗുളമായിരിക്കും. ശതാവരി ഈസ് എ കൂളിംഗ്, വെരി ബേസിക് ലോജിക്കാണ്. ശതാവരി നമ്മുടെ ശരീരത്തെ ഭയങ്കര കൂളിംഗ് ആക്കും. സോ വൺസ് ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ശതാവരി കഴിപ്പിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അവരുടെ ആ ഒരു ഹോട്ട് ഫ്ലഷസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൂഡ് സ്വിങ്സും എല്ലാം ഒന്ന് പാസിഫൈഡ് ആകും. സോ ഷീ വിൽ സജസ്റ്റ് ടു ദ അതർ ക്ലയൻറ്റ് ഓർ ദ അതർ പേഴ്സൺ ഗോ ടു ആയുർവേദ. നല്ല റിസൾട്ട് ഉണ്ട്, നല്ല റിലീഫ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് പല സ്ത്രീകളും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മൾ വെരി ബേസിക്കലി കാണുന്ന കാര്യം അതാണ്. ആൻഡ് മച്ച് മോർ റിസൾട്ട്സ് ദാൻ അലോപ്പതി. അങ്ങനെ പറയുമ്പോൾ ആയുർവേദത്തിൽ തീർച്ചയായിട്ടും ഹെർബൽ മെഡിസിൻ, ഹെർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഹെർബൽ മെഡിസിൻ അല്ലെങ്കിൽ ഹെർബ്സിന് മോഡേൺ മെഡിസിനിലെ കെമിക്കൽ മെഡിസിൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ആയുർവേദം ഇസ് എ ലൈഫ് സയൻസ്. നമ്മൾ മെഡിസിനെക്കാട്ടിലും പ്രയോറിറ്റി ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ റെജിമെൻസിനാണ്. അത് ഈ പറഞ്ഞ പോലെ ഋതുക്കളുടെ കാര്യത്തിലാണെങ്കിലും ദേഹപ്രകൃതികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യത്തിനാണ് കൂടുതൽ. ആൻഡ് ഒരു ചെറിയ പാർട്ടാണ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എല്ലാ കണ്ടീഷൻസിനും നമുക്ക് ആയുർവേദത്തിൽ ചികിത്സിക്കാൻ പറ്റില്ല. ഇപ്പം സർജിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രോണിക് കണ്ടീഷൻസ് ആണ്, പെട്ടെന്ന് എമർജൻസി മെഡിസിനാണ്, വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അലോപ്പതി. എല്ലാ ആയുർവേദത്തിനും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണ്ടിയായിരിക്കണം. ഐ വോണ്ട് സേ ദാറ്റ്. ചില കണ്ടീഷൻസിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഗോ ടു അലോപ്പതി പ്രാക്ടീഷണേഴ്സ് ആൻഡ് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദെം. അതുകൊണ്ട് എല്ലാ മെഡിസിൻസും റീപ്ലേസ് ചെയ്യാൻ ആയുർവേദത്തിനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആയുർവേദിക് മെഡിസിൻസ് ആ ട്രീറ്റ്മെൻറ്റ് തന്നെയും പെർമനൻറ്റ് എഫക്റ്റ് ആണോ തരുന്നത് കമ്പയർഡ് ടു മോഡേൺ മെഡിസിൻ? യെസ്, പെർമനൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺവിൻസിങ് ദം വൈ ദിസ് കണ്ടീഷൻ ഈസ് വിത്ത് യു എന്നുള്ളത്. വി ആർ ലൈക്ക് ഡീറ്റെയിലിംഗ് ദം. നിങ്ങളുടെ പ്രകൃതി ഇതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റെജിമെൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രകൃതിക്ക് അത് റിവേഴ്സ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ആ അഗ്രവേഷനെയാണ് അല്ലെങ്കിൽ ആ കണ്ടീഷൻ്റെ അഗ്രവേഷനാണ് ഒരു അസുഖമായിട്ട് മാനിഫെസ്റ്റ് ആവുന്നതെന്ന് വി ആർ എക്സ്പ്ലെയിനിങ് ടു ദെം. സോ ദേ ആർ ഗെറ്റിംഗ് ദ ഐഡിയ ഓർ ലോജിക് വൈ ഐ ഗോട്ട് ദിസ് കണ്ടീഷൻ. അപ്പം ഇറ്റ്സ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ ദെം ടു നോട്ട് ഹാവ് സച്ച് കണ്ടീഷൻസ് ആൻഡ് ഓൾസോ പ്രിവെൻറ്റീവ് മെഷർ. നമ്മളുടെ ഒരു പ്രിവെൻറ്റീവ് മെഷർ കൂടെയാണ് ആയുർവേദം നമുക്ക് സജസ്റ്റ് ചെയ്യണത് ടു ബി ഹെൽതി. ഡിസീസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതിന് ഏറ്റവും നല്ലത് ആയുർവേദം തന്നെയാണ്. അതിനകത്ത് സംശയമേ ഇല്ല, പലർക്കും അറിയണ കാര്യം തന്നെയാണ്. കുറച്ച് ലോങ് ടേം ഇഫക്റ്റ് ആയിരിക്കും ആയുർവേദത്തിന് വരുന്നത്. അതെ, ഓഫ് കോഴ്സ് ബിക്കോസ് ദേ ക്യാൻ ഫോളോ ആസ് എ ലൈഫ് സ്റ്റൈലായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ഹോം റെമഡി ആയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് അവർക്കൊരു ലോങ് ടേമിലേക്ക് സൊല്യൂഷനാണ്, ക്യൂറാണ്. ഡോക്ടർ പറഞ്ഞൊരു പോയിന്റിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വരാം. എപ്പോഴും ഒരു കോൺട്രഡിക്ഷനാണ്. അതായത് എല്ലാം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് നമ്മുടെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ആയുർവേദമാണെങ്കിൽ ആയുർവേദം, ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ, ഹോമിയോപ്പതി ആണെങ്കിൽ ഹോമിയോപ്പതി. ഇത് മൂന്ന് പില്ലറായിട്ടാണ് ആൾക്കാർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന് തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്ന് ആൾക്കാരുടെ മനസ്സിലില്ല. ദീസ് ആർ 3 സെപ്പറേറ്റ് ബ്ലോക്സ്. അപ്പം ഈ ഇംഗ്ലീഷ്, അതായത് ആയുർവേദ ഡോക്ടേഴ്സ്, പ്രാക്ടീഷണേഴ്സ് ഈ മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, അതായത് മോഡേൺ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് കിട്ടാൻ വേണ്ടി ചിലർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ പോയി ആയുർവേദം പഠിച്ചിട്ട് കുറച്ച് മോഡേൺ ഇതും കൂടെ പഠിച്ചിട്ട് വന്നിട്ട് അവർ വരുന്ന ആൾക്കാരെ പേഷ്യൻസിനെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷ് മെഡിസിൻസ് കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കും, ആയുർവേദം കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കും. സോ ഇത് തമ്മിലൊരു അവിയൽ പോലാണ് ആക്ച്വലി കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് വ്യക്തമാക്കി കൊടുക്കാമോ? അതായത് ആയുർവേദ ഡോക്ടേഴ്സ് മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ?
അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടോ? ആക്ച്വലി വെരി ഹോട്ട് ടോപ്പിക്. പക്ഷേ ടു ബി ഫ്രാങ്ക്, കേരളത്തിൽ മാത്രമാണ് നമുക്ക് ആയുർവേദ ഡോക്ടേഴ്സിന് അലോപ്പതി മെഡിസിൻസ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ലാത്തതുള്ളത്. ഇപ്പം കർണാടകയിലാണെങ്കിലും ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്, അലോപ്പതി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നോർത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ BAMS കഴിഞ്ഞിട്ട് അവർ ഗൈനക്കോളജിയുടെ ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് അവർ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ മാത്രമാണ് അത് പോസിബിൾ അല്ലാത്തത്. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം പഠിക്കേണ്ടത് മെഡിസിൻ ലൈക്ക് ബോഡിയാണ്, ഫിസിയോളജി, അനാട്ടമി, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് ആണ് ട്രഡീഷൻ കീപ്പ് ചെയ്യാനായിട്ടാണ് ആയുർവേദം ഒരു സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ കുറെ ഡ്രോബാക്സ് ഉണ്ട് കേട്ടോ ശരിക്കും. ഇൻഫാക്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ ഒരു വൈറ്റമിൻ D എന്താണ് D-RISE 60K യൂണിറ്റ് എന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഇൻസ്റ്റെഡ് ഞാൻ പറയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അലോപ്പതി ഡോക്ടറെ കാണൂ. കാരണം എനിക്ക് വൈറ്റമിൻ D ആയുർവേദത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേറെ മെഡിസിൻ ഒന്നും ഇല്ല. ഉണ്ടെങ്കിലും അത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ വൈറ്റമിൻ D കൂടുന്നില്ല, അത് ഒരു ഫാക്റ്റാണ്. സോ എനിക്കത് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. പക്ഷേ അവർ കഴിക്കേണ്ടത് സപ്ലിമെൻറ്റ് തന്നെയാണ്. ഐ നോ ദ ഫാക്ച്വൽ. സോ ഐ യൂസ് ടു അഡ്വൈസ് ദം, നിങ്ങൾ D-RISE തന്നെയാണ് കഴിക്കേണ്ടത്. വൈറ്റമിൻ D ഡെഫിഷ്യൻസിക്ക് വൈറ്റമിൻ D സപ്ലിമെൻറ്റ് തന്നെയാണ് കഴിക്കേണ്ടത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് അത് ഡിപ്പെൻഡഡ് ആണ് കേട്ടോ. എല്ലാ അലോപ്പതി ഡോക്ടേഴ്സും ഒരേപോലെ അല്ല. പല അലോപ്പതി ഡോക്ടേഴ്സ് ഇപ്പോൾ എനിക്ക് റെഫറൻസ് തരുന്ന ഓർത്തോപെഡീഷ്യൻസ് ഉണ്ട്. സോ യു ഹാവ് ഹൈ ഇൻഫ്ലമേഷൻ, അത് ഇൻഫ്ലമേഷനെ കുറച്ചിട്ട് വരൂ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് അലോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഓർത്തോപെഡീഷ്യൻസിനെ എനിക്ക് ഡയറക്റ്റ്ലി അറിയാം. സോ വാട്ട് ദേ സജസ്റ്റ് ഈസ്, നമ്മളുടെ അടുത്ത് വന്നു ഇൻഫ്ലമേഷൻ, നമ്മുടെ തെറാപ്പീസ് എല്ലാം ഇപ്പോൾ ധാര പോലെ പൊടിക്കിഴി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഇൻഫ്ലമേഷൻ കുറച്ച് ഫിസിയോതെറാപ്പിയിലേക്ക് ഗൈഡ് ചെയ്ത് സക്സസ്ഫുള്ളി ക്യൂർ ആവുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. മേജർലി അത് നടക്കുന്നത് ഓർത്തോ കണ്ടീഷൻസിലാണ്. സോ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹൗ ദേ പ്രൊമോട്ട് ദ അതർ മെഡിസിൻ എന്നുള്ളത്. ഐ യൂസ് ടു സെൻഡ് ഇപ്പോൾ വെരിക്കോസ് പെയിനുള്ള അല്ലെങ്കിൽ കുറച്ച് ഗ്രേഡ് കൂടുതൽ അൾസറൈറ്റിസ് ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരോട് ഐ യൂസ് ടു സജസ്റ്റ് ദം ഗോ ആൻഡ് മീറ്റ് സം ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അല്ലെങ്കിൽ ഗോ ആൻഡ് മീറ്റ് സം സർജൻ. നമുക്കിത് നമ്മളുടെ കയ്യിൽ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, സോ ഗോ ടു ദം എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. എല്ലാ സയൻസിനും അവരുടേതായ റെസ്പെക്റ്റ് വേണം. പക്ഷേ ഇപ്പം ജനറലി നടക്കുന്നത് ആയുർവേദം ഒരു സ്യൂഡോ സയൻസ് ആണെന്നും ആയുർവേദത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയല്ല. ആയുർവേദത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആയുർവേദത്തിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് മെഡിസിനെയും കൂടെ സപ്പോർട്ട് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടില്ല. അതെ, ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഹീൽ ലൈഫിൽ വാട്ട് വി പ്രാക്ടീസ്, നമുക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആയുർവേദം ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ഇത് 3 വെച്ചിട്ട് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ എൻ്റെ അടുത്താവും വരണ്ടാവുക, ക്ലയൻറ്റ് ഡയറക്റ്റ്ലി ആയുർവേദത്തിലേക്കാവും വരണ്ടാവുക. പക്ഷെ അവരുടെ കണ്ടീഷൻ സ്ട്രെസ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ആയുർവേദത്തിൽ ഒന്നും ചെയ്യേണ്ട, ഗോ ആൻഡ് മീറ്റ് സൈക്കോളജിസ്റ്റ്. ഇനി വേറെ ചില കണ്ടീഷൻ, ഇപ്പം ടെന്നീസ് എൽബോ വെരി ബേസിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിടെ ഇൻഫ്ലമേഷൻ ഉണ്ട്, കുറേ നാളായിട്ട് അവർ സഫറിങ് ആണെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ എനിക്ക് തെറാപ്പി ചെയ്ത് കൊടുക്കാം, ആയുർവേദ തെറാപ്പി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഐ റെഫർ ദം ടു ഫിസിയോതെറാപ്പി. നമ്മുടെ റിക്കവറി ഫാസ്റ്റർ ആകുന്നുണ്ട്. അസോസിയേറ്റിംഗ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അപ്പം ഇങ്ങനെ നമ്മൾ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ രീതികളെ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പേഷ്യൻറ്റിന് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ? അതായത് ആയുർവേദം ചിലപ്പം കഴിച്ചതുകൊണ്ടിരുന്നു, പെട്ടെന്ന് അലോപ്പതി മെഡിസിൻ കഴിക്കുന്നു, ശരീരം അത് അക്സെപ്റ്റ് ചെയ്യണമോ? അങ്ങനെ ഒരു റിജക്ഷൻ, ബോഡി റിജക്ട് അങ്ങനെ ഒരു അവസ്ഥ വരാറില്ല, ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു റിജക്ഷൻ, അങ്ങനെ ഇനിയിപ്പം അലോപ്പതി മെഡിസിൻ ആയുർവേദ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് അവർ പറയുകയാണ് യു ഷുഡ് നോട്ട് ഹാവ് ആയുർവേദ മെഡിസിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി ഹാവ് വൈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ കാൺ ദേ ഹാവ് ആയുർവേദ മെഡിസിൻ എന്നുള്ളത് ഐ ഹാവ് എ പേഴ്സണൽ ക്വസ്റ്റ്യൻ. പക്ഷേ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഫോളോ ദാറ്റ്. ഞാനതിന് എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ ആയുർവേദം കഴിക്കുന്നതുകൊണ്ട് അലോപ്പതി കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരാനില്ല. മോസ്റ്റ് ടച്ചിങ് ആയിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ടെസ്റ്റിമണി എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? കുറേ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ. ആഫ്റ്റർ ഇപ്പോൾ ഞാൻ 13-14 വർഷമായി ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ ഫസ്റ്റ് വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്ത പോലെയല്ല ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോ പേഷ്യൻറ്റും എനിക്ക് ഓരോ റിയലൈസേഷൻസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്, എൻ്റെ അടുത്തേക്ക് ആ കുട്ടീനെ കൊണ്ടുവന്നത് അപ്പറ്റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്.
എപ്പോഴും ആയുർവേദ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് കുട്ടി ഒന്നും കഴിക്കണില്ല, വിശക്കണില്ല, അതൊന്നും കഴിക്കണില്ല. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ഐ ആസ്ഡ്, എന്താ മോനെ അമ്മ മോന് ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി തരണില്ലേ? സോ ഹി ആൻസേർഡ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക എന്നിട്ട് എന്നോട് കഴിക്കാൻ പറയും. ഓക്കെ, സോ അതും എനിക്കൊരു റിയലൈസേഷനാ. കുട്ടിയുടെ പ്രകൃതി വെച്ചിട്ട് ആ കുട്ടി നീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പലപ്പോഴും പിള്ളേർ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾക്കൊന്നും സമയം കാണത്തില്ല, അല്ലെങ്കിൽ അപ്പൊ അത് എനിക്കൊരു റിയലൈസേഷൻ ഫ്രം ഒരു കിഡിൽ നിന്ന് മുതൽ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പാപ്പൻ ഉണ്ടായിരുന്നു, 93 വയസ്സുണ്ടായിരുന്നു. അത്രയും പ്രായമുള്ളപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പാപ്പന് പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറച്ച് ക്ലയൻസ് ആണ് കേട്ടോ ഇവരൊക്കെ. കാരണം അവരൊന്നും ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ നിന്ന് പോവില്ല. വെരി ഇനീഷ്യൽ പ്രാക്ടീസിലാണ് എനിക്ക് ഇവരെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 93 വയസ്സുള്ള അപ്പാപ്പന് കോൺസ്റ്റിപ്പേഷൻ ആണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പാപ്പ ഈ വൃദ്ധാവസ്ഥയിൽ നമുക്ക് വാദം ഇത്തിരി കൂടും, അപ്പം ഡ്രൈനെസ് ആണ്, രൂക്ഷതയാണ്, അപ്പം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ അപ്പം പറഞ്ഞു എനിക്ക് ഉറക്കമില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അന്നത്തെ കൺസൾട്ടേഷൻ വെൻറ്റ് ലൈക്ക് 1.5 hours ഒക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ 2 മെഡിസിനെ കൊടുത്തിട്ടുള്ളൂ. നറുന്നീ രാവിലെ വെറും വയറ്റിൽ കഴിക്കൂ, പിന്നെ കച്ചൂരാതി ചൂർണം ലേപനം ചെയ്ത് കിടക്കൂ. അപ്പോൾ വലിയ മാറ്റമൊന്നും അപ്പാപ്പന് 10 ദിവസം കൊണ്ട് കിട്ടിയില്ല. പക്ഷെ അപ്പാപ്പൻ എന്തോ ഒരു കംഫർട്ട് സോൺ അപ്പാപ്പൻ എൻ്റെ അടുത്ത് നിന്ന് കിട്ടി. സോ അപ്പാപ്പൻ മക്കളോട് പറഞ്ഞു എനിക്ക് ആ ഡോക്ടറിൻ്റെ അടുത്ത് ഒന്നും കൂടെ പോകണം. അപ്പം മക്കൾ പറഞ്ഞു ഒരു മാറ്റമില്ല, പോകേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കളൊക്കെ ജോലിക്ക് പോയി, പക്ഷെ അപ്പാപ്പന് കാണണം, എൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പാപ്പൻ ചവിട്ടിയുടെ അരിയിൽ എഴുതി വെച്ചു ഡോക്ടറിൻ്റെ അടുത്ത് പോവാന്ന് എഴുതി വെച്ചു, ഓട്ടോ പിടിച്ച് വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, മോളെ ഞാൻ വീട്ടിൽ പറയാണ്ട വന്നേക്കണേ. ഞാൻ പറഞ്ഞു അയ്യോ വീട്ടിൽ പറയണം, ഇപ്പം തന്നെ വിളിച്ചു പറയണം. അവന് വിളിച്ചു പറഞ്ഞു. അന്നും ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ അപ്പാപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. അപ്പാപ്പൻ്റെ ഭാര്യ മരിച്ചിട്ട് 3-4 വർഷമായിട്ടുണ്ടായിരുന്നു. എന്നെ കേൾക്കാൻ ആരുമില്ല മോളെ. റാദർ ഓഫ് ഗെറ്റിംഗ് ഔട്ട് ഫ്രം മൈ കണ്ടീഷൻ, എനിക്ക് കേൾക്കാൻ ആരുമില്ല. നമ്മുടെ പലരുടെയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ ഇരുന്നാൽ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയും, കാരണം നമ്മളെ കുറച്ച് ലിസൺ ചെയ്യാൻ സമയമില്ല. അതെ, ലിസൺ ചെയ്താൽ നമുക്ക് ഒരുപാട് പറയാനും ഉണ്ടാവും, പക്ഷെ അത്രയും ക്ഷമയോടിരുന്ന് കേൾക്കാനായിട്ട് ആരും ഇല്ല. അതെ, ഒരു ദയനീയ അവസ്ഥയാണത്. അതെ, അപ്പൊ അത് എനിക്കൊരു റിയലൈസേഷൻ, മോർ ദാൻ ഗിവിങ് മെഡിസിൻ, ട്രീറ്റിംഗ് ദെം, ലിസണിങ് ടു ദെം, അതെനിക്കൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഐ യൂസ് ടു ഗിവ് ദിസ് ടു എവ്രി വൺ ഹു കം ടു മീ. അവരുടെ കണ്ടീഷൻ, അവരുടെ അസുഖം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഫിസിയോളജിക്കൽ ആവണം എന്നില്ല. അവർക്ക് കേൾക്കാൻ, അവരുടെ മകളെ പോലെ, അവരുടെ അടുത്ത ആളെ പോലെ കേൾക്കാൻ ഒരാളുണ്ടാവുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഇനി ഒരു പേഷ്യൻറ്റിൻ്റെ ടെസ്റ്റിമണി എന്ന് പറയാനാണെങ്കിൽ, ഹി വാസ് എൻ ഓഫീസർ, റിട്ടയറായി ബട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. 65-70 ഏജിൻ്റെ ഉള്ളിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഹി വാസ് വെരി വീക്ക്. ലൈക്ക് എൻ്റെ അടുത്ത് വരുമ്പം അമൃതയിൽ അഡ്മിറ്റ് ആയിരുന്നു 15 ദിവസം. ഭാര്യയുടെ കൺസേൺ, ആൻറ്റിയുടെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ, മോളെ ഇങ്ങനെ ഒരാളെ അല്ലായിരുന്നു, ഇതിപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിരുത്തി അവിടെ ഇരിക്കും, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കും, ഒട്ടും ആക്റ്റീവ് അല്ല, എനിക്കിങ്ങനെ കാണാനേ പറ്റുന്നില്ല, അതായിരുന്നു. അപ്പം നാഡി പിടിച്ച് നോക്കിയപ്പം ഹീസ് ഹൈലി സ്ട്രെസ്ഡ്. നാഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ചോദിച്ചു, സ്ട്രെസ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ റീസൺ ഇല്ലാതെ പല അസുഖങ്ങൾ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം സോഡിയം കുറഞ്ഞു എന്ന് പറഞ്ഞു, ഡോക്ടർ സോഡിയം കയറ്റി. അലോപ്പതി ഡോക്ടറിൻ്റെ അടുത്ത് സോഡിയം കയറ്റി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്, ഭക്ഷണത്തിൽ എന്തെങ്കിലും മുടക്കങ്ങൾ വരുത്തിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അളവ് കുറച്ചോ? വയസ്സായി വരില്ലേ, അത് കാരണം ഞാൻ അളവുകളെല്ലാം കുറയ്ക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉപ്പുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇച്ചിരി BP ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ്ലി, ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ ചെയ്യണ്ട. പിന്നെ ആൾക്ക് മസിൽ പെയിനുകളുണ്ട്, പല സ്ഥലത്തും പെയിൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുത്തു. നമ്മളുടെ അടുത്തൊരു 5 days ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വരുമ്പം ആദ്യം ഒപ്പീനിയത്തേക്ക് കയറണത് ആൻറ്റിയാണ്. മോളെ ഇത് പഴയ പോലെ എനിക്ക് തിരിച്ച് കിട്ടി. വെരി ബേസിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്റ്റാണ്, ഏജ് ആകുമ്പോൾ ഭക്ഷണം കുറയ്ക്കണം, ഇഷ്ടമുള്ള അത് കഴിക്കരുത്, ഇന്നത് കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിനെയൊക്കെ എൻഹാൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഉപ്പ് കുറച്ച് കഴിഞ്ഞപ്പം ആൾക്കാരുടെ സോഡിയം ലെവൽസൊക്കെ ഭയങ്കര അങ്ങോട്ട് കുറഞ്ഞു പോയി. അത് മസിൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്തു, ഫുൾ ബോഡി പെയിനായി. സോർട്ടിങ് വെരി ബേസിക് കാര്യങ്ങൾ പോലും
അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കപ്പോൾ ഈ എൻ്റെ അടുത്ത് ഈ അങ്കിൾ തന്നെ വന്ന് പറഞ്ഞു, മോളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എനിക്കിത് പറയണം. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ ഞങ്ങൾ അങ്കിളുടെ ഒരു ടെസ്റ്റിമോണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഹി വാസ് വെരി ഹാപ്പി എക്സ്പ്ലെയിനിങ് ദാറ്റ് നമ്മളെന്തോ വലിയൊരു കാര്യം അവർക്ക് ചെയ്തു കൊടുത്ത പോലെയാണ് അവർക്കുടെ ഫീലിംഗ് നമ്മളോട് കാണിക്കുന്നത്. സോ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായ കാര്യമായിരുന്നു. ആസ് എ വുമൻ, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആയുർവേദം ചൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് ആൾക്കാർ. ഇതെന്തുകൊണ്ടാണ്? മറ്റ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഒരു യുവതലമുറയിൽ ജീവിക്കുന്ന ഡോക്ടറെ പോലുള്ള ഒരാൾ ആയുർവേദത്തിലോട്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ആയുർവേദത്തിലേക്ക് ഞാൻ വന്നു വീണതാണ്, ഞാൻ ചൂസ് ചെയ്തതല്ല. ആക്ച്വലി എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ ഐ വാസ് ഇൻ ടു ആർട്ട്. ഞാനൊരു ക്ലാസിക്കൽ പെർഫോമറാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ, പഴയ ഫ്രണ്ട്സൊക്കെ എന്നെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ എടി ഡാൻസൊക്കെ കളിക്കണില്ലേ എന്ന് ആദ്യം ചോദിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, നീ എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, നിൻ്റെ ക്ലിനിക്ക് എവിടെയാണെന്ന് ആരും ചോദിക്കണില്ലല്ലോ, നീ ഡാൻസ് ചെയ്യണില്ലേ എന്നാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. എൻ്റെ കോളേജ് എൻ്റെ സ്കൂൾ ലെവൽസ് വരെ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു ആർട്ട്. സ്കൂളിൽ പോയിക്കൊണ്ടൊക്കെ ഭയങ്കര കുറവാണ്, കൂടുതലും കോമ്പറ്റീഷൻസും പെർഫോമൻസും ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എൻ്റെ അപ്പച്ചന് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പിന്നെ എവിടത്തെങ്കിലും ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് എന്നെ എത്തിപ്പിടിക്കണമല്ലോ എന്നോർത്ത് അപ്പച്ചൻ ചൂസ് ചെയ്തതാണ് ആയുർവേദം എന്നുള്ളത്. പക്ഷേ വൺസ് ഐ വെൻറ്റ് ടു മൈ കോളേജ്, ഈ ആയുർവേദ എന്ന് പറഞ്ഞ ഒരു സയൻസിൻ്റെ ഒരു മാജിക് ഉണ്ട്. എക്സാക്ട്ലി ദ ടേം ഈസ് മാജിക്. അതിനകത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു മെഡിസിൻ, ഒരു ഡോക്ടർ പേഷ്യൻറ്റ് റാപ്പോയിൽ വർക്കാവണതല്ല ആയുർവേദ. അതിനകത്തൊരു ഒരു ഡിവൈനിറ്റി ഉണ്ട്. അതിനെ ഇൻ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ആദ്യത്തെ വർഷങ്ങളിലൊന്നും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഇൻസൈറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ലേറ്റർ ഓൺ വെൻ ഐ കം ടു എ ഡീപ്പ് പ്രാക്ടീസ്, ഐ യൂസ് ടു റിയലൈസ്, അല്ലെങ്കിൽ ഐ യൂസ് ടു ഫീൽ ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, അതൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി പലപ്പോഴും ഈ ഒരു പ്രാക്ടീസിലൂടെ. അതും എൻ്റെ പല പേഷ്യൻസുമായിട്ടും എനിക്കൊരു പറഞ്ഞ പോലെ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ അല്ല. ദേ ആർ ലൈക്ക് എൻ്റെ ക്ലോസ് ഹാർട്ട്, ലൈക്ക് മോർ ലൈക്ക് എ ഫാമിലി. സോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്യൂറിങ് സംവൺ, അതല്ല ഞാൻ ഉദ്ദേശിക്കണേ. റാദർ ഒരു ബീങ് എ പേഴ്സൺ ടു ദെം. അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരാറുണ്ട്. ഇൻഫാക്റ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷനിലാണല്ലോ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ത്രൈവ്. പാഷനെ പ്രൊഫഷൻ ആക്കിയതല്ല, അല്ല, ഒരിക്കലും അതെ, പ്രൊഫഷൻ പാഷൻ ആയതാണ്. സോ ഇതിൽ നിന്ന് ഓരോ പേഷ്യൻ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റിൽ നിന്നും എനിക്ക് പല റിയലൈസേഷൻസും എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോ ക്ലയൻറ്റും. നമ്മൾ ആദ്യത്തെ ഒരേ അസുഖങ്ങളായിരിക്കും, പക്ഷെ ഓരോരുത്തർക്കും വേണ്ടത് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഇതിനകത്തുനിന്ന് എനിക്ക് ഭയങ്കര ഒരു ബ്ലിസ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഇപ്പോഴും ലൈക്ക് ഞാനൊരു സ്ട്രഗിളിങ് ആയുർവേദ ഡോക്ടറാണ്. ഇപ്പം ഈ ആയുർവേദ എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലുള്ള ഒരു സ്ട്രഗിൾ കൂടാതെ ലൈക്ക് പല കാര്യങ്ങളും പല ആയുർവേദ പ്രാക്ടീഷണേഴ്സും ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ക്രിറ്റിസിസം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ആയുർവേദ ഡോക്ടർ തന്നെയാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ഐ ആം എ ഹാപ്പി ആയുർവേദ പ്രാക്ടീഷണർ. ആദ്യം ഒരുപാട് ചോദ്യങ്ങൾ തുടങ്ങി, കൂലങ്കഷമായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം വളരെ ലൈറ്റായിട്ട് നമ്മുടെ ഈ ഡിസ്കഷനെ വളരെ ലൈറ്റായിട്ട് മനസ്സിനെ ഒരുപാട് നനയിച്ച് ആ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം വന്നു ചേർന്ന സ്പാർക്ക് ടോക്സിന് നമ്മുടെ ഒപ്പം വന്നു ചേർന്ന് ഡോക്ടർ ജസ്നയ്ക്ക് മനസ്സിൽ നിന്ന് താങ്ക് യു സോ മച്ച്.